ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഒരു ട്രെയിനിങ് സെൻറ്റർ കാണിക്കണം കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ ഈ പേപ്പർ ബാഗ് അതേപോലെ അതിൻ്റെ സ്ക്രീൻ പ്രിൻറ്റിങ് കാര്യങ്ങൾ മാർക്കറ്റിംഗ് ഒക്കെ പഠിപ്പിക്കുന്ന ഒരു എന്താ പറയുക ട്രെയിനിങ് ഒരു സെൻറ്ററാണിത്. ഇത് കോഴിക്കോടാണ്. ഇവർ യഥാർത്ഥത്തിൽ തൃശ്ശൂർക്കാരാണ്. തൃശ്ശൂർ ഇരിഞ്ഞാലക്കുടയാണ് ഇവരെ ഹെഡ് ഓഫീസ് വരുന്നത്. അപ്പോൾ എല്ലാ ജില്ലയിലും അവർ ആളെ കിട്ടുന്നതിനനുസരിച്ച് എല്ലാ ജില്ലയിലും അതിൻ്റെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്തതാണ്. ഒന്ന് കാണാമല്ലോ എന്തൊക്കെയാണ് പരിപാടി എന്നുള്ളത്. അപ്പോൾ നല്ല ഡീറ്റെയിൽസ് ആയിട്ടുള്ള ക്ലാസ് തന്നെയാണ് കിട്ടുന്നത്. അവർ 4 പേര് എല്ലാ ഇൻസ്ട്രുമെൻറ്റും ടൂൾസും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ട് ശരിക്കും ഒപ്പം നിന്ന് പറഞ്ഞു കൊടുത്ത് ചെയ്യിപ്പിക്കണം കേട്ടോ. അപ്പോൾ ഹാൻഡ് മെയ്ഡായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ സംഭവം തന്നെയാണ്. അപ്പോൾ നമ്മളെ പോലെ ഇപ്പോൾ പെണ്ണുങ്ങൾക്ക് വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾക്ക് വീട്ടിലിരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റിയ ചെറിയൊരു ബിസിനസ് ഉള്ള ഒരു ബിസിനസ് തന്നെയാണ്. ഒരു വരുമാനം കിട്ടുന്ന ഒരു പരിപാടി തന്നെയാണ് ഇത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയൊക്കെ അതിൻ്റെ സാറന്നെ അതിനെപ്പറ്റി പറഞ്ഞുതരും. മാർലോ എന്നാണ് അവരുടെ ഇതിൻ്റെ പേര്. നമസ്കാരം, എൻ്റെ പേര് ജോജു എന്നാണ്. ഞങ്ങൾ ഇരിങ്ങാലക്കുടത്താണ് വരുന്നത്. മാർലോ പേപ്പർ ബാഗ്സ് എന്നാണ് ഞങ്ങൾ അറിയപ്പെടുന്നത്. കേരളത്തിൽ ഞങ്ങൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഞങ്ങൾ ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. മെഷീനറി ഒന്നും സെക്കൻഡറി ആണ്. എല്ലാവരും വിചാരിക്കും മെഷീനറി ഉപയോഗിച്ചാണ് ഇത് ചെയ്യാമെന്നുള്ളത്. നേരത്തെ നിങ്ങൾ കണ്ടു ട്രെയിനിങ് കൊടുക്കുന്നത്. ഇതുപോലെ തന്നെ ഇതിൻ്റെ പഠിച്ചതിന് ശേഷം നിങ്ങൾ വീട്ടുകാരെല്ലാവരും ഉൾപ്പെടുത്തിക്കൊണ്ട് കൈകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആവശ്യാനുസരണം ബാഗ് ഉണ്ടാക്കിക്കൊണ്ട് നല്ലൊരു ബിസിനസ്സായിട്ട് ആരംഭിക്കാൻ പറ്റും. ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് വെച്ചാൽ വളരെ കുറഞ്ഞൊരു ഇൻവെസ്റ്റ്മെൻറ്റ് മതി ഇത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. കേവലം ഒരു 1000 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പേപ്പർ ബാഗ് നിർമ്മാണം ആരംഭിക്കാം. ഞങ്ങളിവിടെ എങ്ങനെയൊക്കെയാണ് പേപ്പർ ബാഗ് നിർമ്മിക്കേണ്ടത്, ഏതൊക്കെ പേപ്പറുകളാണ് നമ്മൾ ഇതിന് ഉപയോഗിക്കുന്നത്, എങ്ങനെയാണ് ഇതിൻ്റെ അളവ് എടുക്കേണ്ടത്, എങ്ങനെയാണ് ഇതിൻ്റെ വില നിശ്ചയിക്കേണ്ടത്, ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ആദ്യത്തെ ക്ലാസ്സിൽ. രണ്ടാമത്തെ ക്ലാസ്സിൽ ഞങ്ങൾ പഠിപ്പിക്കുന്നതിന് പ്രിൻറ്റിംഗ് ആണ്. ഏതൊക്കെ പ്രിൻറ്റിംഗ് ആണ് പേപ്പർ ബാഗുകൾ ഉപയോഗിക്കുന്നത്. നമ്മൾ സ്ക്രീൻ പ്രിൻറ്റിംഗ് എന്നുള്ളൊരു മെത്തേഡ് ഉണ്ട്. നമുക്ക് വീട്ടിൽ തന്നെ ഒരു മെഷീനറിയുടെ സഹായം ഇല്ലാതെ ചെയ്യാവുന്നതാണ്. അത് നമ്മളിവിടെ കൃത്യമായിട്ട് എല്ലാവരും പഠിപ്പിച്ച് അവരെ കൊണ്ട് തന്നെയാണ് നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നത്. ഈ 2 ദിവസത്തെ ക്ലാസ് കഴിഞ്ഞാൽ 3ാമത്തെ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള യൂണിറ്റ് ആരംഭിക്കാം. വീട്ടുകാരെല്ലാവരും ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ല ഒരു വ്യവസായ സംരംഭം നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റും. ഇപ്പോൾ ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു ബിസിനസ്സാണ് ഈ പേപ്പർ ബാഗ് നിർമ്മാണം അല്ലെങ്കിൽ പുലിസഞ്ചി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചെറിയൊരു ബിസിനസ് നിങ്ങൾ ഒരു സൈഡായിട്ട് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ പേപ്പർ ബാഗിൻ്റെ നിർമ്മാണത്തിലേക്ക് കടന്നു വരിക. കൂടുതൽ അറിയാനായിട്ട് ഞങ്ങളുടെ ഫോൺ നമ്പറൊക്കെ അടിയിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളായിട്ട് ബന്ധപ്പെട്ടാൽ മതി. താങ്ക് യു. അതാണ് ഇങ്ങനെ വെച്ചിട്ട് മനസ്സിലായില്ലേ? ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ പ്രിന്റ് ചെയ്യും. അത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇത് തിരിച്ചു വെക്കണമാണ്. തിരിച്ചു വെക്കുമ്പോൾ ഇതിങ്ങനെ ഇങ്ങനെ വരും. അപ്പോൾ ഇവിടെ ഹാൻഡ് വരും. അതാണ് ഇങ്ങനെ വെച്ചത്. മനസ്സിലായില്ലേ? മനസ്സിലായി. ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ വൈറ്റ് പേപ്പറും ഇതേപോലെയാണ് അവർ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. എല്ലാം അവരൊന്ന് ആദ്യം ചെയ്ത് കാണിക്കും, പിന്നെ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കൂട്ടാ. എത്ര ആളുണ്ടെങ്കിലും എല്ലാവരെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് അവരെ ക്ലാസ് തീർക്കണുള്ളൂ. നല്ല ക്ലാസ് ആയിട്ട് കേട്ടോ. അതേപോലെ തന്നെ ഈ ഇപ്പോൾ സ്ക്രീൻ പ്രിൻറ്റിംഗ് ആണ് കാണിക്കുന്നത്. നമ്മൾ ഈ ബാഗിലെ കണ്ടിട്ടില്ലേ അങ്ങനത്തെ ഓരോ കമ്പനീൻ്റെ പേരും അതിൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ അതിൻ്റെ സ്ക്രീൻ പ്രിൻറ്റിംഗ് ആണ് എങ്ങനെ ചെയ്യാന്നുള്ളതാണ്. ഇതൊക്കെ ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്യുന്നതാണ്. ഇതിൻ്റെ മെഷീനറീസും ഉണ്ട്. പക്ഷേ മെഷീനറീസിനൊക്കെ ഒരുപാട് തുക നമ്മൾ മുടക്കേണ്ടി വരും. ഇതാകുമ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല. ഇതിപ്പോൾ നമ്മളൊരു ഗ്രൂപ്പായിട്ടൊക്കെ ചെയ്യാൻ പറ്റിയൊരു ബിസിനസ്സാണ് കേട്ടോ. നമ്മളൊരു 4-5 സ്ത്രീകളൊക്കെ ഒരുമിച്ച് ചേർന്നിട്ട് ഒരു ഗ്രൂപ്പായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ബിസിനസ്സാണ്. കാരണം ഒരാൾ വിചാരിച്ചാൽ നടക്കില്ല. കാരണം കൂടുതൽ ഓർഡർ കിട്ടിയാൽ ഒരാളെ കൊണ്ട് ഉണ്ടാക്കി തീർന്നിട്ടില്ല, ആയി കിട്ടില്ല. ഗ്രൂപ്പായിട്ടാകുമ്പോൾ പിന്നെ എല്ലാവരും ഡിവൈഡ് ചെയ്ത് എടുത്ത് ഒന്നിച്ചൊരു ഓർഡറൊക്കെ നമുക്ക് പിടിച്ചിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. പുറത്തേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. കൂടുതൽ മുതൽ മുടക്കില്ല. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആ ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോൾ. ഇതൊക്കെയാണ് ഇപ്പോൾ അവിടെ ഉണ്ടാക്കി തന്നത്. കണ്ടില്ല, നല്ല ഭംഗിയുള്ള ബാഗുകൾ അല്ലേ, നല്ല ഭംഗിയുണ്ട്. അതിൻ്റെ സ്ക്രീൻ പ്രിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ കാണാൻ. അതേപോലെ തുണിയിൽ സ്റ്റിച്ച് ചെയ്യുന്ന രീതിയുണ്ട്. തുണി സഞ്ചികളില്ലേ, അതും ഉണ്ട് കാണിക്കുന്നത് അവിടെ. 2 ദിവസത്തെ ക്ലാസ്സും 3 ദിവസത്തെ ക്ലാസ്സും 4 ദിവസത്തെ ക്ലാസ്സൊക്കെ ഉണ്ട്. അതിലൊക്കെ ഓരോന്നും എക്സ്ട്രാ ക്ലാസ് ഓരോ ദിവസം എടുക്കുമ്പോൾ അതിനനുസരിച്ച് ഓരോരോ കാര്യങ്ങൾ അവർ പഠിപ്പിച്ചു തരും. ശരിക്കും നല്ല ഫിനിഷിങ്ങിൽ പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് കാര്യങ്ങൾ അവർ ചെയ്ത് തന്നെ കണ്ടിട്ട്. അതൊക്കെ കേക്ക് ബാഗുകളാണ്. നമുക്ക് കേക്കിൻ്റെ ബോക്സ് ഇടാനുണ്ടല്ലോ ഇങ്ങനത്തെ ബാഗുകൾ. ഇതൊക്കെ മറ്റേ ടൈപ്പ് നീളമുള്ള ടൈപ്പുകൾ, ടെക്സ്റ്റൈൽസിൽ കാണുന്ന ടൈപ്പുകളാണ്. ഓൾറെഡി പ്രിൻ്റുള്ള കവറുകളും ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ മാർക്കറ്റിങ്ങും അവർ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. മാർക്കറ്റിങ് ജസ്റ്റ് ഒന്ന് അവർ നമുക്കൊന്ന് പറഞ്ഞു തരുന്നുണ്ട്, കാര്യങ്ങളുണ്ട്. പിന്നെ ഓൾറെഡി നമ്മൾ ഇനിയിപ്പോൾ ഒരു ബിസിനസ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അവർ നമ്മളെ കൂടെ തന്നെ ഉണ്ടാവും. എന്ത് സഹായം വേണമെങ്കിൽ ചോദിച്ചാൽ അവർ പറഞ്ഞു തരും. എന്തെങ്കിലും മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ അവർ എത്തിച്ചേരും ഒക്കെ ചെയ്യും. അപ്പോൾ ഓക്കെ. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ കാണാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഓക്കെ, താങ്ക് യു.